പ്രാർത്ഥനയാണ് മനുഷ്യൻ്റെ മുഖ്യ ആധാരം. വിദേശത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോചനത്തിന് നിദാനമായത് ഒരു ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നമുക്ക് കാര്യസിദ്ധിക്ക് വേണ്ടി നമ്മൾ മന്ത്രവാദികളുടെ അടുത്തേക്കും അതുപോലെ മറ്റ് പല വിഷയങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും വഴിമാറിപ്പോകുമ്പോൾ അതിനു മുമ്പിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ച്, അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച്, സൃഷ്ടാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാദ്യം ചെയ്യുക. അത് ചെയ്യണം. റഹീമിൻ്റെ ഉമ്മ വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞില്ല. വർഷങ്ങളോളം പ്രാർത്ഥന നിരന്തരമായിട്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു ഫലവും കാണുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് പിറകോട്ട് മാറിയില്ല. 18 വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇതാ റഹീം അവൻ്റെ വധശിക്ഷയുടെ കൊലക്കയറിലേക്ക് എത്താൻ സമയത്ത് ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. അത് സഫലമായി. ഉത്തരം കിട്ടി പ്രാർത്ഥനയ്ക്ക്. അല്ലാഹു തആല സമ്പന്നനായ യോഗ്യനായ ഒരു ബോബി ചെമ്മണ്ണൂരിനെ യാത്രയാക്കി. എന്തിനു വേണ്ടി? ആ ഉമ്മയുടെ മകനിക്ക് നീതി കിട്ടാൻ വേണ്ടി. അയാൾ ജനങ്ങളിൽ കൈനീട്ടി. എന്താണ് അയാൾക്കതിൻ്റെ ആവശ്യം? അയാൾക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അയാൾ പൂർണ്ണ സമ്പന്നനാണ്. അതിൽ നിന്നൊരു ലാഭം നേടേണ്ട ആവശ്യമില്ല. അയാളെ വെച്ച് ലാഭമുണ്ടാക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ അയാൾ തന്നെ അതിനെ നേരിട്ടു. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് അയാളുടെ തുറന്ന മനസ്ഥിതി, നല്ല ഹൃദയം, അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളൊരു തുറന്ന മനസ്ഥിതിക്കാരനാണ്. അത് പണ്ടേ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും അദ്ദേഹത്തെ വളർത്തിയ മാതാവിൻ്റെ നന്മ കൂടി അയാളുടെ പ്രവർത്തനങ്ങളിലുണ്ട്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നല്ല പൊതു സേവനം ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കണം. ഒരിക്കലും നമ്മൾ മക്കളെ കേൾപ്പിച്ച് നമ്മളുടെ ശത്രുക്കളുടെ പേര് പറയാൻ പാടില്ല. നമ്മൾക്ക് ഇന്ന ആൾ ശത്രുവാണ് എന്ന് മക്കളെ കേൾപ്പിച്ച് പറയാൻ പാടില്ല. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറ്റം പറയുന്ന ആ രീതി മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യരുത്. എന്നാലേ ഈ മക്കൾ ഇതുപോലുള്ള നന്മ മരങ്ങളാവുകയുള്ളൂ. ഇന്ന് കാര്യം നേടാൻ വേണ്ടി ആളുകൾ മന്ത്രവാദത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പോവുകയാണ്. എത്രയെത്ര കുരുതികൾ നമ്മുടെ നാട്ടിൽ നടന്നു പോയിട്ടുണ്ടെന്നറിയോ? കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, കാര്യസിദ്ധിക്ക് തൻ്റെ പ്രാർത്ഥന തന്നെയാണ്. താൻ ദൈവത്തിനോട് എത്ര അടുത്ത് കണ്ട് പ്രാർത്ഥിക്കുന്നുവോ അതാണ്. അതിന് ഉത്തരം കിട്ടാൻ കുറച്ച് വൈകും. പക്ഷേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിനക്ക് തന്നെ തിരിച്ചറിയാം. അതെങ്ങനെ? നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ മനസ്സിലൊന്നുമില്ലാതെ കാലിയായ മനസ്സോടുകൂടി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കണ്ണിൽ നിന്ന് സങ്കടക്കണ്ണീര് വരുന്നുണ്ടോ എങ്കിൽ ഒരു തുള്ളി കണ്ണീര് താഴത്തെ കുറ്റിയാൽ അത് നിൻ്റെ രക്ഷയുടെ അടയാളമാണ്. നിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിന് അടയാളമാണ്. അങ്ങനെ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കി കണ്ണീര് കൊണ്ടല്ല പറയുന്നത്. നിങ്ങളുടെ സങ്കടം നിങ്ങളുടെ മനസ്സിൽ തട്ടിയാണ് പ്രാർത്ഥന പുറത്തേക്ക് വന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിനുത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഓരോ പ്രശ്നങ്ങൾ, എത്ര പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, ആർക്കെല്ലാം പ്രശ്നങ്ങൾ. എൻ്റെ മക്കളെ പടച്ചോനെ അവരെ വഴി തെറ്റിക്കല്ലേ എന്ന് ഏത് പിതാവാണ് പ്രാർത്ഥിക്കുന്നത്? ഏത് മാതാവാണ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ ഒരു മാതാവും പിതാവും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കും. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മറിച്ചും അതേപോലെ തന്നെയാണ്. മക്കൾക്ക് എതിരെ ആ മാതാപിതാക്കൾ അത് വേഗം കേൾക്കും. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കും. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മക്കൾക്ക് എതിരെയുള്ള പ്രാർത്ഥന. മക്കൾ ദുഷ്ടത്തരം പ്രവർത്തിച്ച് ഉമ്മാക്കും പിതാവിനും മാതാവിനും എതിരെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് എതിരെ ഒരു മാതാവും പിതാവും പ്രാർത്ഥിക്കൂല. പ്രാർത്ഥിച്ചാൽ അത് വേഗം സ്വീകരിക്കും. അതങ്ങനെ. അതിന് കണ്ണീര് പൊട്ടൊന്നും വേണ്ട, അത് സ്വീകരിക്കും.
അതങ്ങനെ. അതേ സ്ഥാനത്ത് നമ്മുടെ കാര്യനേട്ടത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് വഴുകിയേ നമുക്ക് കൂടുതലും ഫലപ്രദമാവുകയുള്ളൂ. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇത്ര സമ്പന്നനായിട്ടും ഈ ഒരു വിഷയത്തിന് ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹത്തിനക്ക് സത്യത്തിൽ എന്താണ് അതിൻ്റെ ആവശ്യം? അദ്ദേഹത്തിന് പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ജ്വല്ലറി ഫീൽഡുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിനക്ക് നല്ല ബിസിനസ് ഫീൽഡുകളുണ്ട്. പിന്നെ പോരെങ്കിൽ ഒരുപാട് മേഖലകൾ നമ്മുടെ നാട്ടിൽ പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ മീഡിയകളെടുത്ത് തുറന്നാൽ തന്നെ ആളുകൾ എന്തെല്ലാമാണ് പെരുമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കാണുന്നില്ലേ? അങ്ങനെ പെരുമയുണ്ടാക്കിയവർ എന്തിനേറെ പറയുന്നു, മോശം പ്രവർത്തിച്ച തൊപ്പി എന്ന് പറയുന്ന ഒരു പിശാചി മനുഷ്യൻ വരെ, ഒരു പിശാചി ചെറുപ്പക്കാരൻ വരെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നവനായില്ലേ? എന്തുകൊണ്ടാണ്? അപ്പോൾ നന്മ മനുഷ്യൻ തിരഞ്ഞെടുക്കുമ്പോൾ, ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അത് നന്മയാവണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക, നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഭക്ഷിക്കുക എന്നാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യനോട് യാ അയ്യുഹന്നാസ് എന്ന് പരിശുദ്ധ ഖുർആൻ വിളിച്ചില്ലേ, ആ മനുഷ്യ സമൂഹത്തോട്. അവിടെ എന്ത് പറഞ്ഞില്ല? മുഅ്മിനെ എന്ന് പറഞ്ഞില്ല, മുസ്ലിമെ എന്ന് പറഞ്ഞില്ല, കാഫിറെ എന്ന് പറഞ്ഞില്ല, മനുഷ്യ എന്നാ പറഞ്ഞത്. മനുഷ്യ സമൂഹമേ. അപ്പോൾ മനുഷ്യ സമൂഹത്തോട് അള്ളാഹു ആജ്ഞാപിച്ചത് നന്മ പ്രവർത്തിക്കാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നന്മകളെ പെരുപ്പിക്കാൻ നോക്കുക. തിന്മകൾ നിങ്ങൾ ചെയ്യും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നന്മകളെ നിങ്ങൾ പെരുപ്പിക്കാൻ നോക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അള്ളാഹു നമുക്ക് നല്ല വഴികൾ തരട്ടെ. അതിന് നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കാതെ നമുക്ക് ഒന്നും നടക്കൂല എന്ന് കരുതിയ 34 കോടിയാണ് വളരെ കൂളായിട്ട് നമ്മുടെ സഹോദരൻ പിരിച്ചെടുത്തത്. ഇങ്ങനെ ഓരോ നന്മ മരങ്ങളാവണം, നമ്മൾ നന്മയുള്ളവരാവണം. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഇഹത്തിലും പരത്തിലും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.